ഹലോ ഗൈഡ്സ്, വെൽക്കം ടു അവർ ചാനൽ കുഞ്ഞു ഹീറോ ഫാമിലി. ഇന്ന് ഞാനൊരു ഹോം ടൂറാണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ആസാമിൽ വാടകയ്ക്ക് ഇരിക്കുന്നൊരു റൂം ചേഞ്ച് ചെയ്തു വരുന്നു. അപ്പോൾ ആ റൂം ചെയ്ത അടിപൊളി വീടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല അടിപൊളി വീടാണ്. അപ്പോൾ അതൊന്ന് ഹോം ടൂറായി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ കാണിക്കാൻ വിചാരിച്ചു. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ വീടും പരിസരവും ഒക്കെ. അപ്പോൾ നമ്മളുടെ വീട്ടിൻ്റെ ഗേറ്റാണിത്. ഇതാണ് ഗേറ്റ്. കുറച്ച് പുറത്തുനിന്ന് എടുക്കാൻ നല്ല മടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ആരും ഒന്നും വിചാരിക്കണം, കുട്ടികളൊക്കെ ഉള്ളത് തന്നെ എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഔട്ട്ലുക്ക്. അടിപൊളി, കുഴപ്പമില്ല. ഇവിടങ്ങളിൽ ഏകദേശം വീടിൻ്റെ രൂപം ഇങ്ങനെ തന്നെയാണ്. ഷീറ്റാണ് യൂസ് ചെയ്യുക. കോൺക്രീറ്റൊക്കെ കമ്മിയാണ്. അപ്പോൾ വലിയ ബിൽഡിങ്ങിന് മാത്രമേ കോൺക്രീറ്റ് അങ്ങനെയുള്ള യൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ കോൺക്രീറ്റ് വീടുകളൊക്കെ കമ്മിയാണ്, എല്ലാം ഷീറ്റിട്ട വീടുകളാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പോകുമ്പോഴാണ് സെറ്റപ്പ് മാറുന്നത്. അടിപൊളി സെറ്റപ്പാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ വീട്. ഞങ്ങൾ റെൻറ്റിനെടുത്ത വീടാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അടിപൊളി വീടാണ്. പിന്നെ ഇത് ഇന്ന് രാവിലെ ഞാൻ അലക്കിയിട്ടതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ആസാമിൽ വന്നിട്ട് കറിവേപ്പില പറഞ്ഞ സാധനം ഞങ്ങൾ അധികം കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് കറിവേപ്പിലിൻ്റെ മരം തന്നെയുണ്ട്. കറിവേപ്പില കിട്ടിയായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കലേ ഉള്ളൂ. അപ്പോൾ കറിവേപ്പിലിൻ്റെ മരം തന്നെയുണ്ട് ഞങ്ങളുടെ ഇവിടെ. പിന്നെ ഇത് ചെറിയൊരു ഗാർഡനാണ്. അത് അവർ നേരത്തെ തരുമ്പോൾ തന്നെ ഇതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അവിടെ ഒരു പൈപ്പ്, ഇവിടെ ആസാമിലെ ഡെംകൊല്ലെന്നാണ് പറയുക. അങ്ങനത്തെ പൈപ്പ് പുറകിലും കൊണ്ട് വരണം, മോട്ടർ അടിക്കാൻ പറ്റണത്. യൂസ് ചെയ്യുന്ന പൈപ്പ് തന്നെയാണ്, കുറച്ച് മെനക്കെടണമെന്ന് മാത്രം. ഇപ്പം ഇതാണ് നമ്മുടെ പുറമേയുള്ള കാഴ്ചകൾ. ഇത് മക്കളുടെ 2 സൈക്കിളാണ്. ഇത് അവർ കാറ് നിർത്തുന്ന സ്ഥലമാണ്. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്തത്. കാരണം ഹോം ടൂർ ചെയ്യുമ്പോൾ മാത്രമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നും കൂടി കാണിക്കാൻ. ഇതാണ് ഫ്രണ്ട് ഡോറ്. അപ്പോൾ അടിപൊളി സെറ്റപ്പിൽ ചെറിയൊരു നല്ല ഒരു എന്താ പറയുക, സിറ്റ് ഔട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഹെവിനാണ് ഉമ്മർത്ത് നിൽക്കുന്നത്, എൻ്റെ മൂത്ത മോൻ. ഉണ്ണി അവനെ വിളിച്ചിട്ട് വാ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഡോറ്. അടിപൊളി ലുക്ക് തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല സെറ്റപ്പിലാണ് ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഒന്നും കൂടി ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ട് ഡോറ്. പിന്നെ ഇവിടെ സൈഡിലൊരു ഡോറുണ്ട്. അത് മിറർ വെച്ചിട്ടുള്ള സാധനം തന്നെയാണ്. ഇതാണ് നമ്മളുടെ റൂമിൻ്റെ ഹാള്. അത് കിച്ചണാണ്. മമ്മി ദ ഡബ്ബ 24x7. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയാണിത്. ഇത് കുട്ടികളുടെ ടേബിളാണ്. ഇവിടെ അവർ കർട്ടൻ കൊണ്ട് ഒരു പാർട്ടീഷൻ പോലെ ചെയ്തിട്ടുണ്ട്, കർട്ടൻ ഇട്ടിട്ട്. അത് നല്ല ഭംഗിയുള്ള കർട്ടൻ തന്നെയാണ്. ഞാനിവിടെ വെളിച്ചമില്ലാത്ത കാരണം ജനലൊക്കെ ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞു. ഇതിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഇതാ അടിപൊളി സെറ്റപ്പിൽ
അപ്പോൾ ഇവിടെ ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ അവിടെ കിടക്കുന്ന അവിടെ ഒരു വൈറ്റ് കർട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റും അല്ലാണ്ടൊരു ഒക്കെ കളറുള്ളൊരു ടൈൽസാണ്, ഫ്ലോറാണ്. ഇതാണ് ബാത്റൂം. നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല നീളമുള്ള ഒരു ബാത്റൂം തന്നെയാണ്. ഇതാണ് ഫുൾ വ്യൂസ് ഈ ലോങ് നോക്കുമ്പോൾ. പിന്നെ ഇവിടെ ഒരു അവരുടെ പൂജ കോർണറാണ്. അപ്പോൾ അവർ ഇത് നമ്മുടെ അടുത്ത് എടുത്തോളം പറഞ്ഞു. ഇത് ഞങ്ങളുടെയാണ്, ഞങ്ങളിത് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നാട്ടിൽ പോയി വന്നിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യലും പിന്നെ നാട്ടിലേക്ക് പോകേണ്ട സാധനങ്ങൾ എടുത്ത് വയ്ക്കലും ഒക്കെ കൂടിയിട്ട് എല്ലാം കൂടി മിക്സ് ആക്കണ്ട, കുറച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതിപ്പോൾ അവരുടെ ഇതൊക്കെ ഇതിനകത്ത് സാധനങ്ങളൊക്കെ വെക്കാം കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇതവരുടെ ഒരിതാണ്. പിന്നെ ഒരു ബെഡ്റൂമുണ്ട്. ഇതാണ് ബെഡ്റൂം. ഇത് ഞങ്ങളുടെ അലമാര കേട്ടോ. ഇത് പിള്ളേർ പഠിക്കുന്ന ബോർഡാണ്. കറണ്ട് പോയാൽ കറണ്ട് ഇവിടെ പോകത്തില്ല. കറണ്ട് പോയാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഫർണിച്ചർ അത് അവരുടെയാണ് കേട്ടോ. ഇതൊരു റൂമാണ്. ഈ അലമാരയുടെ ബാക്കിലൊരു റൂമാണ്. അപ്പോൾ ഈ റൂമിനും വേറെ റൂമിനകത്തും അവരുടെ സാധനങ്ങൾ വെച്ച് അടച്ചിരിക്കുകയാണ്. അവരിവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കുറച്ച് തുണികളൊന്നും കുറച്ച് മടക്കി വെച്ചിട്ടില്ല, അതാണ് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ TV. ഇതാണ് ബെഡ്റൂം. കുട്ടികളവിടെ ഭയങ്കര ഇതാണ്. ഇവിടുന്ന് നല്ല വ്യൂസാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് പുറത്തേക്ക് കാണാൻ പറ്റും. കണ്ടോ, എല്ലാം നമുക്ക് റോഡൊക്കെ മൊത്തം കാണാൻ പറ്റും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അകത്തുനിന്നാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാം കാണാൻ പറ്റും. പിന്നെ ഇതുണ്ടോ, ഇത് ആസാമിലെ കൾച്ചറൽ തോർത്താണ്. പിന്നെ അവർക്ക് ഒരു നമ്മൾ കേരള സാരി എന്ന് പറയുന്നത് പോലെ തന്നെ അവർക്ക് എന്താ പറയുക, ഒരു മെഹല ചാദർ പറഞ്ഞിട്ട് ഒരു ഡ്രസ്സുണ്ട്. കൾച്ചറൽ ഡ്രസ്സാണ് അവരുടെ. അപ്പോൾ ആസാമീസ് ഡ്രസ്സാണത്. ഇവിടെ നിവികൂട്ടൻ ഗ്രില്ലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുണ്ട്, ഇതൊക്കെ ഇന്ന് ഞാൻ അലക്കിയിട്ടതാണ് കേട്ടോ. ഇതാണ് ഇവിടുന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂസ്. കുറച്ച് വീടുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇത് അമ്പലമാണ്, ആ ബ്ലൂ കളർ കാണുന്നത്. പിന്നെ ഇതാണ് മുൻവശം പുറത്തുനിന്ന് നോക്കുമ്പോൾ. പിന്നെ സൈഡിലോട്ടൊക്കെ ഗ്യാപ്പുണ്ട്, സ്ഥലമുണ്ട്, നല്ല സ്പേസ് ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കണം. നമ്മൾ ഇരിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ച് ഭാഗം ഉമ്മറം മാത്രം വൃത്തിയാക്കി തന്നു, ഫ്രണ്ട് ഭാഗം മാത്രം വൃത്തിയാക്കി തന്നു, പുല്ലൊക്കെ ചെത്തിയിട്ട്. ഇവിടെയൊന്നും പുല്ലൊന്നും ചെത്തിയിട്ടില്ല. ഇതാണ് വീടിൻ്റെ സൈഡ്. പിന്നെ അവിടെ നല്ല മുളം കൂട്ടമാണ് ആ ഭാഗത്ത് മൊത്തം. കണ്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ ആനയുടെ ശല്യമൊന്നും ഇല്ല. ഈ ഭാഗത്തേക്ക് അധികം ഇല്ല. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ഈ മതിലൊന്നും ഇങ്ങനെ കാണില്ല. അപ്പം അതാണ് ഇവിടുത്തെ ഒരു സേഫ്റ്റി ഉണ്ട് കുറച്ചും കൂടി അവിടത്തെയും കാട്ടിലും. അവിടെ ഇത്രയും സൗകര്യമില്ല, പിന്നെ സേഫ്റ്റി കുറച്ച് കമ്മിയാണ്. പക്ഷേ എപ്പോഴും ആൾക്കാരുണ്ടാവും. നമ്മൾ ഇവിടെ ആകുമ്പോൾ ഒറ്റയ്ക്കാണ് നമ്മൾ ഇരിക്കുന്നത്, ആ ഒരു പേടിയുണ്ട്. പക്ഷേ അവിടെ ഓണറിൻ്റെ വീട് ഉമ്മർ തന്നെയാണ്. അപ്പോൾ അവരുടെ ശ്രദ്ധ നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതാണ്.
അവിടെ കറണ്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെയാണ്. പിന്നെ സാധനങ്ങളും വെക്കാനും നമുക്ക് പെരുമാറാനും ഒന്നും സ്ഥലമില്ല. ഇതിപ്പോൾ പെരുമാറാൻ സ്ഥലം ഉണ്ടെന്ന് മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്താ പറയുക സന്തോഷമാണ് ഇത്രയും ഇത് കിട്ടിയതിന് എന്നുള്ളത്. കാരണം ഇവിടെ ഒരുപാട് ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക അത്രയ്ക്കും ഒരു വീടായിട്ട് തന്നെ കിട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവിടങ്ങളിലെല്ലാം വാടകയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞത് ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയ എന്താ പറയുക ഷീറ്റൊക്കെ ഇറക്കിയിട്ട് ചെറിയ ചെറിയ സ്കൂളുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ അങ്ങനെയുള്ള നിരക്കണ റൂമുകളൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇവിടെ കിട്ടുക. വീടായിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് വീടായിട്ട് തന്നെ കിട്ടിയത് കാരണം ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.